കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഇവിടെയായിരുന്നു അല്ലേ? അനാലിസിസ് ഓഫ് റിജിഡ് ഫ്രെയിം. സ്ക്രീനൊക്കെ എല്ലാവർക്കും വിസിബിൾ അല്ലേ? അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേ. സ്വേ വരുമ്പം എന്താണ്, നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര എണ്ണം ഉണ്ടാവും? ഒരു അഡീഷണൽ സ്വേ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ വരും. പിന്നെ ഇവിടെ രണ്ട് സപ്പോർട്ടും ഫിക്സ്ഡ് ആണ്. ബിയും സിയും എന്ന് പറയുന്ന ഈ രണ്ട് ജോയിന്റിലും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതെന്താ? റൊട്ടേഷൻ ആയിരിക്കും. റൊട്ടേഷൻ അറ്റ് ബി ആൻഡ് റൊട്ടേഷൻ അറ്റ് സി. പിന്നെ എന്താണ്? ഒരു സ്വേ ഉണ്ടാവും. ഇത് മൂന്നുമാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് ഒരു ഫിഗറിൽ കാണിക്കുക. പിന്നെ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ് എന്നുള്ളത് അടുത്തൊരു ഫിഗറിൽ കാണിക്കുക. കോർഡിനേറ്റ്സ് ആണ് Q1, Q2, Q3. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീറ്റ മെട്രിക്സ് ഡിറൈവ് ചെയ്തെടുക്കുക. ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം, ബീറ്റ മെട്രിക്സിന് എത്ര കോളം ഉണ്ടെന്നുള്ളത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ഉണ്ട്. അപ്പം ബീറ്റ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു 3. അതില് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതേതാണ്? സ്വേ ആണ്. സ്വേക്ക് യൂണിറ്റ് വാല്യൂ കൊടുക്കുക, അതായത് Δ1 ഈക്വൽ ടു 1. ഇവിടെ സ്വേ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിനുണ്ടാവുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഒരു ഉണ്ടാവുന്ന സ്വേ കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അതാണ് Δ1. അതിന് യൂണിറ്റ് വാല്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് എത്രയാണ് കോർഡിനേറ്റ്സിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ബീറ്റ മെട്രിക്സിൽ വരുന്ന വാല്യൂസ്. അപ്പൊ Q1, Q2 എന്നൊക്കെ പറയുന്നത് എ ബി എന്ന് പറയുന്ന മെമ്പറാണ്. എ ബി എന്ന് പറയുന്ന മെമ്പറിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാനിത് ഈ ഒരു ഉണ്ടാവുന്ന സ്വേ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തു. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എടുക്കുമ്പോൾ 1/3 എന്ന് വന്നു. ഇനി അതിന്റെ ഡയറക്ഷൻ അറിയണം. ആ തീറ്റയുടെ ഡയറക്ഷൻ അറിയാൻ നമ്മൾ ആക്ച്വലി അവിടെ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ പാറ്റേൺ നോക്കാം. നമുക്ക് ശരിക്കും സ്വേ കാരണം ഉണ്ടാവേണ്ട ഡീഫോർമേഷൻ ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഇതിന് റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള റൊട്ടേഷൻ അല്ലെ? അപ്പം ഫിക്സ്ഡ് എൻഡിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഈ തീറ്റയുടെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക, -1/3. അതാണ് ഇവിടെയും -1/3. എയും ബിയിലെയും സെയിം ആയിരിക്കും. അതുപോലെ സിയിലും ഡിയിലെയും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ സി ഡിയിലും കണ്ടിട്ടുള്ളത്. ഇനി ബി സി നോക്കുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന മെമ്പറിന് ട്രാൻസ്ലേഷനെ സംഭവിച്ചിട്ടുള്ളൂ. അതിന് റൊട്ടേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ Q3, Q4 എന്താണ്, റൊട്ടേഷൻ ആണ്. ഇവിടെ ബി സിക്ക് ഡയറക്ട്ലി ഇത് ആദ്യത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. അതിന് റൊട്ടേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ബി സിക്ക് കറസ്പോണ്ട് ആയിട്ട് വരുന്ന രണ്ട് കോർഡിനേറ്റ്സ് 0 ആയി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ തന്നെ സെക്കൻഡ് കോളം ഡിറൈവ് ചെയ്യാം. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം തീറ്റ തീറ്റ ബിക്ക് ഞാൻ യൂണിറ്റ് വാല്യൂ കൊടുത്തു. തീറ്റ ബി എന്ന് പറയുന്നത് Δ2. ഓക്കെ. ഇനി തീറ്റ ബി എന്ന് പറയുന്നത് ജോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ്. അതിന് യൂണിറ്റ് വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഫിഗർ ആദ്യം വരച്ചു നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബി ബി സി ബി അല്ലെ? ബിയില് യൂണിറ്റ് റൊട്ടേഷൻ. ബിയിൽ യൂണിറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് യൂണിറ്റ് റൊട്ടേഷൻ വരിക അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു യൂണിറ്റ് റൊട്ടേഷൻ വന്നാൽ ഈ മെമ്പർ എന്താകും? ഇതുപോലെ ഡിഫ്ലക്റ്റ് ആവും അല്ലെ? ഈ ഡയറക്ഷനിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെമ്പർ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. ഈ സൈഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്. പിന്നെ നമ്മൾ എവിടെയാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ബാക്കിയുള്ള എല്ലാ ജോയിന്റുകളും നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുക. അപ്പൊ ഈ ഒരു എൻഡ് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുക. ഓക്കെ. ഇനി ഈ മെമ്പർ ബി സിക്ക് ഉണ്ടാവുന്ന ഡിഫോർമേഷനോ ഇങ്ങനെയല്ലേ റൊട്ടേഷൻ വരുന്നത്? ഈ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ് അല്ലെ? അപ്പൊ താഴോട്ട് എന്ന് പറയുമ്പോൾ ഈ മെമ്പറിന് ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ ഈ ഒരു ടൈപ്പ് ആയിരിക്കും. കളർ മാറ്റിയായിരിക്കണം. ഇതാണ് ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ. ഇത് തീറ്റ ഈക്വൽ ടു 1, ഇവിടെയും തീറ്റ ഈക്വൽ ടു 1.
അപ്പം ഈ ഞാൻ പറഞ്ഞു നമ്മൾ എവിടെയാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യുന്നത്, യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നത്, അത് ഒഴിച്ച് ബാക്കിയുള്ള ജോയിന്റുകളെല്ലാം ഫിക്സ്ഡ് ആയിട്ട് അസ്യൂം ചെയ്യുക. പിന്നെ ഇപ്പം ഇവിടെ തീറ്റ ഈക്വൽ ടു 1, ഇവിടെ തീറ്റ ഈക്വൽ ടു 1. ഇനി നമുക്ക് എല്ലാ കോർഡിനേറ്റ്സിലെയും ഡിസ്പ്ലേസ്മെന്റ് അറിയണം. എന്നാലാണ് ബീറ്റ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം കിട്ടുക. അപ്പൊ നോക്കാം, ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ജോയിന്റ് എക്ക് അടുത്തായിട്ട്, ഇവിടെ റൊട്ടേഷൻ ഒന്നും ഇല്ല അല്ലെ, റൊട്ടേഷൻ ഇല്ലാത്തപ്പം 0. ഇനി രണ്ടാമത്തെ ജോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ ബിക്ക് അടുത്തായിട്ട് വരുന്നത്. അവിടെയാണ് ഇതാ ഈ ഒരു റൊട്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതിന്റെ വാല്യൂ 1. ദെൻ ബി സിയുടെ ലെഫ്റ്റ് എൻഡിലാണ് കോർഡിനേറ്റ് 3. കോർഡിനേറ്റ് 3യിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ 1. ദെൻ ബാക്കി ഇവിടെയൊക്കെ ഡിഫോർമേഷൻ ഇല്ല അല്ലെ, അപ്പൊ ബാക്കിയെല്ലാം 0. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ തേർഡ് കോർഡിനേറ്റും തേർഡ് കോളം നമുക്ക് ഡിറൈവ് ചെയ്യാം. തേർഡ് കോളം എന്ന് പറയുന്നത് ഡെൽറ്റ 3ക്ക് യൂണിറ്റ് വാല്യൂ, ഡെൽറ്റ 3 എന്ന് പറയുന്നത് എത്രയാണ്, തീറ്റ സി. തീറ്റ സിക്ക് ഞാൻ യൂണിറ്റ് വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെ വരും ഫിഗർ? ഇതാണ് തീറ്റ സി അല്ലെ. തീറ്റ സിക്ക് പോസിറ്റീവ് യൂണിറ്റ് റൊട്ടേഷൻ, അതായത് ഈ ഒരു ഡയറക്ഷനിൽ യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുകയാണ്. ഈ എൻഡ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വരില്ല. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ പാറ്റേൺ നോക്കാം. ബി സി എന്ന് പറയുന്ന മെമ്പർ ഇവിടെ ഇങ്ങനെയല്ല റൊട്ടേഷൻ വരുന്നത്. റൊട്ടേഷൻ വരുമ്പോൾ ഇതിനുണ്ടാവുന്ന ഡിഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഇതിനെ മുകളിലോട്ട് ഡിഫോം ചെയ്യിക്കും, ഇങ്ങനെ ഡിഫോം ചെയ്യും. ഇനി ഇവിടെ ഈ ഒരു സി ഡി എന്ന് പറയുന്ന മെമ്പർ നോക്കുക. സി ഡി എന്ന് പറയുന്ന മെമ്പറിന് ഈ ഡയറക്ഷനിലാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ മെമ്പർ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെ. ക്ലിയർ ആയില്ലേ? തീറ്റ ഈക്വൽ ടു 1, ഇവിടെയും തീറ്റ ഈക്വൽ ടു 1. ഇനി നമുക്ക് ബീറ്റ മെട്രിക്സിന്റെ കോളം എഴുതണം. ബീറ്റ മെട്രിക്സിന്റെ കോളം എഴുതാനായിട്ട് ആദ്യം കോർഡിനേറ്റ് എവിടെയൊക്കെയാണ്? ഇവിടുത്തെ കോർഡിനേറ്റ് കോർഡിനേറ്റ് ഇങ്ങനെയാണ് കോർഡിനേറ്റ്. അപ്പം എ ബിയിലെ രണ്ടിടത്തും എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, അപ്പോൾ 0. ദെൻ ബി സിയിലെ ഫസ്റ്റ് ഇവിടെ ലെഫ്റ്റ് എൻഡിൽ എന്താണ്, അവിടെയും ഡിഫോർമേഷൻ ഇല്ല, 0. ആകെ വരുന്ന എവിടെയാണ്, സി ബിയിലും സി ഡിയും, അതായത് കോർഡിനേറ്റ് 4ഉം 5ഉം. അത് എത്രയാ, യൂണിറ്റ് റൊട്ടേഷൻ ആണ്. പിന്നെ ഡിക്ക് അടുത്തായിട്ടുള്ളത് അവിടെയും റൊട്ടേഷൻ ഒന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ല, നമ്മൾ ജോയിന്റ് ബിയിൽ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്തു, ജോയിന്റ് സിയിൽ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ജോയിന്റിലെ രണ്ട് മെമ്പറിന് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ നോക്കുക. അപ്പൊ അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ ജോയിന്റും നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിൽ മാത്രം യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുക, ബാക്കി എല്ലായിടത്തും ഡിഫോർമേഷൻ 0 ആയിരിക്കും. ഇതാണ് ബീറ്റ മെട്രിക്സ് വരാം. ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. ബീറ്റ മെട്രിക്സ് എങ്ങനെ വരും? ഫസ്റ്റ് 3 കോളം എഴുതാം. ആദ്യത്തെ കോളം എങ്ങനെയാ വന്നേ? ഇതാണ് ആദ്യത്തെ കോളം അല്ലെ, -1/3 -1/3 0. ഇനി സെക്കൻഡ് കോളം ഇത്, തേർഡ് കോളം ഇതാണ് നമ്മുടെ ബീറ്റ മെട്രിക്സ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിനി കെ മെട്രിക്സ് എഴുതാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കെ മെട്രിക്സ് അഥവാ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇവിടെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഇവിടെ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? 6 കോർഡിനേറ്റ്സ് ഉണ്ട്. 6 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ കെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 6/6 ആയിരിക്കും. അപ്പൊ എങ്ങനെ വരും? കെ ഈക്വൽ ടു കെ E1 0 0 0 കെ E2. ഓരോ എലമെന്റിനും ഓരോ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഉണ്ടാവും അല്ലേ?
നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. അപ്പൊ ഇതിൽ KE1 2/2 മെട്രിക്സ് ആണ്, KE2 2/2 മെട്രിക്സ് ആണ്, KE3 2/2 മെട്രിക്സ് ആണ്. അപ്പൊ നെറ്റ് വരുമ്പോൾ ആകെ നമുക്ക് 6/6 മെട്രിക്സ് കിട്ടും. ഇനി KE1 എന്ത് വരും? KE1 എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? EI/L ഇൻറ്റു 4 2 2 4. ഇവിടെ KE1 എന്ന് പറയുന്നത് എലമെന്റ് 1. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എലമെന്റ് 1 ലെങ്ത് എത്രയാണ്? 3 മീറ്റർ. ഐയുടെ വാല്യൂ 2i. ദെൻ BC നോക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ i, L എന്ന് പറയുന്നത് 2 മീറ്റർ. CD i 1.5 i ആണ്, ലെങ്ത് 2 മീറ്റർ. അപ്പം ലെങ്ത്തിനും ഐക്കും ഈ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓരോ എലമെന്റ് 1 എന്ന് പറയുന്നത് AB ആണ്, എലമെന്റ് 2 BC ആണ്, എലമെന്റ് 3 CD ആണ്. അങ്ങനെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. അപ്പൊ ആദ്യം KE1 അല്ലേ? KE1 ഐയുടെ വാല്യൂ എന്താണ്? 2i ആണ് അല്ലെ? 2i ആവുമ്പോ 2EI ബൈ എല്ലിന്റെ വാല്യൂ എത്രയായിരുന്നു? 3 മീറ്റർ. ഇപ്പൊ ഈ 2/3 വെച്ച് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ EI പുറത്തുണ്ടാകും. പിന്നെ എന്തുണ്ടാവും? 4 ഇൻറ്റു 2/3. 4 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാല് 8/3. ദെൻ 2 ഇൻറ്റു 2/3 അത് എത്രയാ? 4/3. ദെൻ 2 ഇൻറ്റു 2/3 അഗെയിൻ 4/3. ദെൻ 8/3. ഇതാണ് KE1. ഇനി KE2 KE2 എന്ന് പറയുന്നത് EI/L ഇൻറ്റു 4 2 2 4. ഇവിടെ ഐയുടെ വാല്യൂ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ബീമാണ്, BC. അതില് ഐയുടെ വാല്യൂ i, L എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പൊ EI ഡിവൈഡഡ് ബൈ 2 4 2 2 4. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ EI ഇൻറ്റു 2 1 1 2. KE2 കിട്ടി. ഇനി KE3 എന്തായിരിക്കും? KE3 എന്ന് പറയുന്നത് EI/L ഇൻറ്റു 4 2 2 4. ഐയുടെ വാല്യൂ 1.5i ആണ്. 1.5i എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5i എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? 3/2i എന്നും കൂടി ഇരിക്കൂടെ അല്ലെ? ഞാൻ എന്ത് ചെയ്യാണ്? 3/2 EI. ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പം ഇൻറ്റു 2. 3/4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. EI പുറത്തുണ്ടാകും. 3/4 ഇൻറ്റു 4 3. Then 3/4 into 2. 3/4 into 2 1.5. Then 3/4 into 2 again 1.5. Then 3. ഇതാണ് KE3. ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. K എന്ത് വരും? EI കോമൺ ആയിട്ട് എല്ലായിടത്തും പുറത്തുണ്ട്. KE1 എന്ന് പറയുന്നത് ഇതല്ലേ? 8/3 4/3 0 0. Then second E2 KE2 യുടെ വാല്യൂ ഇതാണ്. അപ്പൊ ആദ്യത്തെ 0 0 2 1 1 2. KE3 3 1.5 1.5 3. ഇതാണ് നമ്മുടെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് കിട്ടിയാൽ എന്താണ്? എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതണം അല്ലെ? ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാൻ ഫോർമുല ക്യാപിറ്റൽ K മെട്രിക്സ്, അതായത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇക്വേഷൻ എന്താണ്? ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു സ്മോൾ k ഇൻറ്റു ബീറ്റ.
ഇനി ബീറ്റ ഇത് മൾട്ടിപ്ലൈ ചെയ്യാ നിങ്ങള്. ബീറ്റ എന്ന് പറയുന്നത് ഓരോന്നിന്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ബീറ്റ എന്ന് പറയുന്നത് -1/3 -1/3 0 0 -1/2 -1/2 ഇതാണ് ബീറ്റ. കെ മെട്രിക്സ് എന്ന് പറയുന്നത് എഴുതിയില്ലേ, EI ഇൻറ്റു നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, വാല്യൂസ് എഴുതാം. ഇത് ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു കെ ഇൻറ്റു ബീറ്റ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. വാല്യൂ ഞാൻ എഴുതി തരാം, കെ മെട്രിക്സ് എത്രയാ വരിക എന്നുള്ളത്. ഇതിപ്പോ കെ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ആരെങ്കിലും അറിയാമോ കെ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഷാരോൺ? ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? ഓക്കെ, അപ്പം 3/3. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. വാല്യൂസ് ഇത് വരുന്നുണ്ടോ നോക്കുക. ഞാൻ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മെട്രിക്സിന്റെ വാല്യൂ ആണ് എഴുതി തരുന്നത്. ഇതാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു കെ ഇൻറ്റു ബീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ വാല്യൂ ആണിത്. ഇനി ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ പി മെട്രിക്സ് കണ്ടുപിടിക്കുക. പി എന്ന് പറയുന്നത് ലോഡ് മെട്രിക്സ്. സ്വേ വരുമ്പം നിങ്ങൾക്ക് രണ്ടിടത്താണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഒന്ന് ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം, അത് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് വരുന്നത് പി മെട്രിക്സ് എഴുതാൻ നേരം. പി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എവിടേക്കാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് ആ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് Δ1 എന്ന് പറയുന്നത് സ്വേ ആണ്. Δ2 എന്ന് പറയുന്നത് റൊട്ടേഷൻ അറ്റ് ബി ആണ്. ആൻഡ് Δ3 എന്ന് പറയുന്നത് ഇവിടുത്തെ തീറ്റ സി ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ സി, തീറ്റ ബി ആൻഡ് സ്വേ ആണ്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെയൊക്കെ നമുക്ക് തീറ്റ ബി തീറ്റ സി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ലോഡ് വരിക? മൊമെന്റ് ആണ് അല്ലെ? എം ബി എം സി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോ എന്ത് കണ്ടുപിടിച്ചു? ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചു ഇല്ലേ? അതായത് പി മെട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? പി ജെ മൈനസ് പി എൽ. ജെ എന്ന് പറയുന്നത് ലോഡ് അറ്റ് ജോയിന്റ്, ഓൾറെഡി ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡ് അറ്റ് ജോയിന്റ്. ദെൻ പി എൽ എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് കാരണം ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് പി എൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് എന്താകാം? ലോഡ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ലോഡ് ആകാം ഓർ മൊമെന്റ് ആകാം. അപ്പൊ ഈ വെർട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വെർട്ടിക്കൽ, ഞാൻ ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ലോഡ് ആയിരിക്കും. ദെൻ മൊമെന്റ് ആണെങ്കിലോ? മൊമെന്റ് ആണെങ്കിൽ റൊട്ടേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ അൺനോൺ? തീറ്റ ബിയും തീറ്റ സി ആണ് നമ്മുടെ അൺനോൺ എങ്കിൽ കറസ്പോണ്ടിങ് ലോഡ് എന്ന് പറയുന്നത് മൊമെന്റ് ആയിരിക്കും. ആ ജോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും. സപ്പോസ് നമുക്കിപ്പം ഇവിടെ നോക്കാം, സ്വേ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു അല്ലെ? ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു മെമ്പർ ഒരു ഫ്രെയിമില് ഹൊറിസോണ്ടലി ഇതിന് ഡിസ്പ്ലേസ്മെന്റ് വരാണ്. ഇതുപോലെ ഒരു സ്വേ ആണെങ്കിൽ ഈ സ്വേ കാരണമാവുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണമാണ്, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫോഴ്സ് കാരണമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് സ്വേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട ലോഡ് എന്ന് പറയുന്നത് മൊമെന്റ് അല്ല, എന്താണ്? ഡയറക്റ്റ് ലോഡാണ്. മനസ്സിലായോ? എങ്ങനെയാ അത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? തന്നിട്ടുള്ള ഫ്രെയിമില് ഇവിടെ ഞാൻ നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം മാർക്ക് ചെയ്യാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഡയറക്ഷനിൽ Δ1 അല്ല. അപ്പൊ ആ Δ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1 വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന Δ2 അല്ലെ? ബിയിൽ ആക്ട് ചെയ്യുന്ന റൊട്ടേഷൻ ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P2. ഇനി തീറ്റ സി എന്ന് പറയുന്നത് സിയിൽ ആക്ട് ചെയ്യുന്ന Δ3, അവിടെ P3. അപ്പൊ നമുക്ക് ഈ Δ1 ഈ ഒരു ഡയറക്ഷനിലുള്ള Δ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1, Δ2 എന്ന് പറയുന്നത് തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P2, പിന്നെ Δ3 എന്ന് പറയുന്നത് തീറ്റ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P3. ഈ കാര്യങ്ങളാണ് പി മെട്രിക്സിൽ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഞാനിപ്പം ഈ ഒരു മെമ്പേഴ്സിനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയിട്ട് വരയ്ക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ രണ്ടിനും ഫിക്സ്ഡ് ആയിട്ട് വരയ്ക്കാം. ഇത് എ ബി, ഇത് ബി സി, സി ഡി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ബിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ലോഡ് വേണം, ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് വേണം, ആൻഡ് സിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് വേണം അല്ലേ? ബിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ലോഡ് എന്ന് പറയുന്നത് ബിയിലാണോ ആക്ട് ചെയ്യുക? നമുക്ക് സ്വേ എന്ന് പറയുന്നത് ഈ ഒരു മെമ്പറിലാണ് വരിക. എപ്പോഴും ഓർക്കുക, സ്വേ എന്ന് പറയുന്നത് ഒരു ജോയിന്റിലല്ല, നമ്മൾ ഈ ബി സി എന്ന് പറയുന്ന മെമ്പറിനാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. അപ്പൊ ബി സിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ലോഡ്, ഓക്കെ, ബി സിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ലോഡ് ആണ് Δ1 കാരണമായിട്ട് വരുന്നത്. അതാണ് Δ1 P1 ആയിട്ട് വരിക. ജോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ്
ഡെൽറ്റ ടുവിന് കാരണമായിട്ട് വരിക. അതുപോലെ ജോയിന്റ് സിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ഡെൽറ്റ ത്രീക്ക് കാരണമായിട്ട് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബി എന്ന് പറയുന്ന ജോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റ്, ബി സിക്ക് ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ്, അതുപോലെ സി എന്ന് പറയുന്ന ജോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റ്. അപ്പൊ ബിക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് വരുന്നത് നമുക്ക് എങ്ങനെ വരും? മൊമെന്റ് ഇവിടെ ബിക്ക് മൊമെന്റ് എന്ന് പറയുന്നത് ബി സി കാരണം മൊമെന്റ് ഉണ്ടാകും ബിയില്, എ ബി കാരണം മൊമെന്റ് ഉണ്ടാവും അല്ലെ? ബി എന്ന് പറയുന്ന ജോയിന്റ് രണ്ട് മെമ്പർ ഉണ്ട്. അപ്പൊ എ ബി കാരണം ബിയിൽ മൊമെന്റ് ഉണ്ടാവും, ബി സി കാരണം ബിയിൽ മൊമെന്റ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പം ആദ്യം എ ബിയുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാണാം. എ ബിയുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടാൽ നമുക്ക് ബിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് കിട്ടും. എന്താണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എടുക്കുമ്പോൾ? ആകെ ലെങ്ത് 3 മീറ്റർ. ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ WL²/12. WL²/12 എന്ന് പറയുമ്പോൾ 8 into 3²/12. 3 8 into 9/9. സോറി, പേഷം മാറിപ്പോയി. WL/8 പോയിന്റ് ലോഡ് അല്ലേ? 8 into 3/8 equal to 3. അപ്പൊ ഇത് എവിടെയാണ്? എയില് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചു. ത്രീ kN/m. അത് തന്നെയാണ് ബിയിൽ വരിക. ബിയിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും 3. ഇനി ബി സിയിൽ ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നോക്കാം. ബി സിയിൽ ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, ബി സിയിൽ എന്താണ്? UDL ആണ്. UDLന്റെ വാല്യൂ 9, ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പം WL²/12 UDL അല്ലേ? 9 into 2²/12. 9 into 4/12, 4 3 equal to 3 kN/m. അപ്പം ഇവിടെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വന്നത് അത് ബിയിൽ എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും 3. ദെൻ സിയില് ക്ലോക്ക് വൈസ് 3 kN/m. ഇനി സി ഡിയിൽ ഉണ്ടാവുന്ന ഈ സി എന്ന് പറയുന്ന ജോയിന്റില് മൊമെന്റ് സി ബി കാരണം മൊമെന്റ് ഉണ്ടാകാം, സി ഡി കാരണം മൊമെന്റ് ഉണ്ടാവാം. സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലെ? നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എടുക്കാനായിട്ട് ലോഡ് ആക്ട് ചെയ്യണം ആ മെമ്പറിൽ. അപ്പൊ സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ് മിസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ കിട്ടി. ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജോയിന്റ് ബിക്ക് അബൌട്ട് ആയിട്ടുള്ള രണ്ട് മൊമെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ജോയിന്റ് സിയിൽ രണ്ട് മൊമെന്റ് ഉണ്ട്, അതിലൊരു മൊമെന്റ് 0 ആണ്. അപ്പൊ നമുക്ക് ജോയിന്റ് ബിക്ക് അബൌട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് കിട്ടും, സിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റും കിട്ടും. അപ്പം എം ഡിയും എം സിയും കിട്ടി അല്ലെ? അതായത് P2ഉം P3ഉം നമ്മുടെ കിട്ടും. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? സ്വേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ്. ഞാൻ പറഞ്ഞു സ്വേ എന്ന് പറയുന്നത് മെമ്പർ ബി സിയിലാണ് സംഭവിക്കുക. ബി സിക്കാണ് ലോഡ് വരിക. അപ്പൊ ബി സിയിലെ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന ലോഡാണ് അല്ലെ? അതായത് ഇവിടെ വരുന്ന ലോഡ്. അപ്പൊ ഈ ഒരു ലോഡ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഈ ഒരു മെമ്പർ എ ബി എന്ന് പറയുന്ന മെമ്പറിൽ ബിയും എയും സപ്പോർട്ടാണ്. നിങ്ങൾ ഈ എ ബിയെ ഞാൻ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കുക, ഈ രണ്ടിന്റെയും ഫിക്സ്ഡ് ആണ്. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് 8 kN ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു റിയാക്ഷൻ ഉണ്ടാകും, ഇവിടെയും ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? അതായത് ഈ ഒരു ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ട്, ഇവിടെയും ഒരു റിയാക്ഷൻ ഉണ്ട്. അത് എത്രയായിരിക്കും ആ റിയാക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്? ലോഡ് ബൈ 2, W/2, W/2. അപ്പൊ 8/2 എന്ന് പറയുമ്പോൾ 4 kN. ഇത് 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ ഇത് എ ബിയിലെ റിയാക്ഷൻ ആണ് 4 kN. ഇനി ഈ റിയാക്ഷൻ തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ബി സിയിലേക്ക് വരുന്ന ഹൊറിസോണ്ടൽ ആക്ട് ചെയ്യുന്നത്? അതായത് ഇവിടെ ഇപ്പൊ ബി എന്ന് പറയുന്ന ജോയിന്റിലെ ഇക്വിലിബ്രിയം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതാണ് ജോയിന്റ് ബി. ജോയിന്റ് ബിയില് ബി എ കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ തന്നെയായിരിക്കും ബി സിയിലേക്ക് വരിക അല്ലെ? ബി സിയിലേക്ക് ഈ ഡയറക്ഷനിൽ വരിക.
അപ്പം ഈ 4 കിലോ ന്യൂട്ടൺ തന്നെയാണ് നമ്മുടെ ബി സിയിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ലോഡ് കാരണം എയിലും ബിയിലും ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് 4 കിലോ ന്യൂട്ടൺ. ആ ബിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് നമ്മുടെ ബി സിയിലേക്ക് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ലോഡായിട്ട് വരിക. കാരണം ബിയിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ നേരം നോക്കുക, ഈ 4 തന്നെയല്ലേ ഈ 4 ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം. ദെൻ സി ഡി നോക്കുക, സി ഡിയിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല, അപ്പൊ ഇവിടെ റിയാക്ഷനും ഇല്ല. അപ്പം ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സീറോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയേണ്ടത് ബി സിയിൽ സ്വേ ആണ് നടക്കുന്നത്. സ്വേ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിന് കാരണമായിട്ട് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പം മൊമെന്റ് ഒക്കെ കണ്ടുപിടിച്ചത് തീറ്റ ബിക്കും തീറ്റ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കണ്ടുപിടിക്കുക. ബി സി എന്ന് പറയുന്ന മെമ്പറിലാണ് സ്വേക്ക് കാരണമായിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുക. അപ്പൊ ബി സിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടാൽ സ്വേക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലോഡ് നമുക്ക് കിട്ടും. ആ ലോഡ് കാണാനായിട്ട് നമ്മൾ 2 വെർട്ടിക്കൽ മെമ്പറിൽ ഏതൊക്കെ ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് നോക്കാം. ആ ലോഡ് കാരണം നമ്മുടെ 2 സപ്പോർട്ടിലും അല്ലെങ്കിൽ 2 എൻഡിലും റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ റിയാക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബി സിയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പൊ എ ബി എന്ന് പറയുന്ന മെമ്പറിൽ 8 കിലോ ന്യൂട്ടൺ മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പകുതി W/2 ആയിരിക്കും 2 എൻഡിലെ റിയാക്ഷൻ. അപ്പൊ ബി എന്ന് പറയുന്ന എൻഡിലെ റിയാക്ഷൻ തന്നെയായിരിക്കും ബി സിയിലേക്ക് ഫോഴ്സ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇപ്പൊ സി ഡിയിലും ഇവിടെ ഒരു ലോഡ് ഉണ്ടെങ്കിൽ അതിന്റെ W/2 ആയിരിക്കും ഇവിടെ വരിക. ബട്ട് ഇവിടെ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ 0 ആയിട്ട് വന്നു. ഇനി സപ്പോസ് ഈ 8 കിലോ ന്യൂട്ടൺ ലോഡ് നമുക്ക് ഡയറക്ട്ലി തരാണ് ക്വസ്റ്റ്യനിൽ. ലോഡ് എന്ന് പറയുന്നത് ഇവിടെ സപ്പോസ് ഒരു 5 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അപ്പൊ ആ ഒരു 5 കിലോ ന്യൂട്ടനും ഈ പറയുന്ന ഈ ഒരു 8 കിലോ ന്യൂട്ടന്റെ റിയാക്ഷനും നമ്മുടെ ബി സിയിലേക്ക് വരും. മനസ്സിലായോ? ആകെ എത്രയാണോ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടലി വരുന്നത്, 2 വെർട്ടിക്കൽ മെമ്പറിലും കൂടെ എത്രയാണോ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരുന്നത് കറസ്പോണ്ടിങ് ടു ബി സി, അതാണ് നമ്മുടെ ബി സിയിലെ സ്വേക്ക് കാരണമായിട്ടുള്ള ഫോഴ്സ്. ഇനി ഞാൻ ഈ വാല്യൂസ് എങ്ങനെ എടുത്തെഴുതാന്ന് പറയാം നമുക്ക് പി മെട്രിക്സ് എഴുതാനായിട്ട്. പി മെട്രിക്സ് എഴുതാൻ നേരം പിയുടെ ഇക്വേഷൻ എന്താണ്? പി ജെ മൈനസ് പി എൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ ജോയിന്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം സ്വേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി ജെ ആണ് ആ 5 കിലോ ന്യൂട്ടൺ വരിക. മനസ്സിലായോ? ജോയിന്റിൽ ഡയറക്ട്ലി ആക്ട് ചെയ്യുന്ന ലോഡുകളെയാണ് നമ്മൾ പി ജെ എന്ന് പറയുക. അത് മൊമെന്റ് ആവാം, ഫോഴ്സ് ആകാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ലോഡുകളെല്ലാം ജോയിന്റിലെല്ലാം മെമ്പറിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് മൊമെന്റും റിയാക്ഷനും കണ്ടത് ജോയിന്റിന് അബൌട്ട് ആയിട്ട്. അല്ലാതെ ഡയറക്ട്ലി ജോയിന്റിലെ ലോഡ് അല്ലെങ്കിൽ ജോയിന്റിലെ മൊമെന്റ് തന്നാൽ പി ജെ എന്ന് പറയുന്ന മെട്രിക്സിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി അപ്പൊ ഇവിടെ നമുക്ക് ജോയിന്റിൽ ലോഡുകളൊന്നും തന്നിട്ടില്ല, അപ്പൊ പി ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് ഡയറക്ട്ലി എഴുതാം, ഇത് 3ഉം 0 ആയിരിക്കും. ഇത് പി ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, മൈനസ് ആദ്യത്തേത് നമ്മുടെ 3 റിയാക്ഷൻ ഏതൊക്കെയാ? Δ1 എന്ന് പറയുന്നത് സ്വേ, Δ2 എന്ന് പറയുന്നത് തീറ്റ ബി, Δ3 എന്ന് പറയുന്നത് തീറ്റ സി. Δ1 സ്വേ ആണ്. അപ്പൊ സ്വേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡ് ഞാൻ പറഞ്ഞു 4ഉം 0. അപ്പം 4 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് 4, ദെൻ റൈറ്റ് എൻഡിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന വാല്യൂ എത്രയാണ്? 0. 4 മൈനസ് 0. ഇനി തീറ്റ ബിക്ക് ഇവിടെ ക്ലോക്ക് വൈസ് 3 ഉണ്ട്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് 3 ഉണ്ട്. അപ്പം ക്ലോക്ക് വൈസ് 3 എന്ന് പറയുമ്പോൾ +3, ദെൻ ആന്റി ക്ലോക്ക് വൈസ് 3 -3. ഇനി സി എടുക്കാം. സിയിൽ എന്താണ്? ഇവിടെ +3 ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ എന്താണ്? സിയുടെ വാല്യൂ 0 ആണ് അല്ലേ? അപ്പം 3 + 0. ഇതാണ് നമ്മുടെ പി മെട്രിക്സ് വരാം. ഇതിനെ ഞാൻ സോൾവ് ചെയ്ത് എഴുതിയാൽ പി മെട്രിക്സ്
എന്ത് വന്നു? 0 മൈനസ് 4 മൈനസ് 0 എന്ന് പറഞ്ഞാല് -4. 0 മൈനസ് 3 മൈനസ് 3 0. 0 മൈനസ് 3 പ്ലസ് 0 -3. ഇതാണ് പി മെട്രിക്സ്. ഇതെന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? സ്വേക്ക്. ഇത് തീറ്റ ബിക്ക്. ഇത് തീറ്റ സിക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. നിങ്ങൾ സീരീസ് എക്സാമിന് ഫ്രെയിം വിത്തൗട്ട് സ്വേ അതുവരെ നോക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഫ്രെയിം, റിജിഡ് ഫ്രെയിം വിത്തൗട്ട് സ്വേ. വിത്ത് സ്വേ എക്സാമിനില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ക്ലാസ് നിർത്താം. താങ്ക് യു.